അപ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടിനെ കസ്റ്റം ഡ്യൂട്ടി എന്നും പറയും. അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ രാജ്യത്തിൽ ഗോൾഡ് ഡിമാൻഡ് ഒരു മെയിൻ പോർഷൻ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി വരുന്നുണ്ട്. അപ്പോൾ സ്വർണം ജ്വല്ലറിക്കാർ വിൽക്കുമ്പോൾ അതിൽ GST വരും. അപ്പം ഇത് നമ്മളെ പോലെയുള്ള കസ്റ്റമേഴ്സ് ആണ് അത് അടയ്ക്കേണ്ടത്. അപ്പോൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുവാണെങ്കിൽ 3% GST വരുന്നത്. ഹായ് എവ്രി വൺ, എൻട്രി എലിവേറ്റ് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഗോൾഡ് ടാക്സ് ചെയ്യുന്നത്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഗോൾഡിന്റെ വിലയൊക്കെ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 8 ഗ്രാം സ്വർണത്തിന്, അതായത് ഒരു പവന് 45,000 രൂപയോളമാണ് റേറ്റ് വരുന്നത്. സോ നമ്മൾ ഇന്ത്യൻസ് ഗോൾഡ് എന്നൊരു മെറ്റൽ ഓർണമെന്റ് ആയിട്ടും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. അപ്പോൾ ഗോൾഡ് കൺസപ്ഷൻ ഓരോ വർഷം മുന്നോട്ടേക്ക് പോകും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, സ്വർണം നമ്മൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും എത്രയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഫിസിക്കൽ ഗോൾഡിന് മുകളിലുള്ള ടാക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തിലേക്ക് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടിനെ കസ്റ്റം ഡ്യൂട്ടി എന്നും പറയും. അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ രാജ്യത്തിൽ ഗോൾഡ് ഡിമാൻഡ് ഒരു മെയിൻ പോർഷൻ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി വരുന്നുണ്ട്. ഈ അടുത്തായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഗോൾഡ് ബാറിലെ കസ്റ്റം ഡ്യൂട്ടി 12.5% 10% കുറച്ചിട്ടുമുണ്ട്. ഇതിൽ നമ്മൾ GST കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഫിസിക്കൽ ഗോൾഡിലേക്കുള്ള ഫൈനൽ ടാക്സ് വന്ന് 10% പ്ലസ് 3% ഫ്ലാറ്റ് GST ആണ്. ഇനി അടുത്ത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സെസ്, അതായത് AIDC. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് AIDC കളക്ട് ചെയ്യുന്നത്. ഗോൾഡിന്റെ ഇമ്പോർട്ടിൽ 5% AIDC ആപ്ലിക്കബിൾ ആവുന്നത്. മുമ്പ് ഇത് 2.5% ഇമ്പോർട്ട് ഡ്യൂട്ടി, GST അതുപോലെ AIDCന്റെ കൂടെ സെസ്സും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഗോൾഡിന്റെ ടോട്ടൽ ടാക്സ് റേറ്റ് വരുന്നത് 18%. ഇനി അടുത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST ആണ്. അപ്പോൾ സ്വർണം ജ്വല്ലറിക്കാർ വിൽക്കുമ്പോൾ അതിൽ GST വരും. അപ്പം ഇത് നമ്മളെ പോലെയുള്ള കസ്റ്റമേഴ്സ് ആണ് അത് അടയ്ക്കേണ്ടത്. അപ്പോൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുവാണെങ്കിൽ 3% GST വരുന്നത്. ഇപ്പം 1 ലക്ഷം രൂപ വിലയുള്ള ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ആദ്യം ഇമ്പോർട്ട് ഡ്യൂട്ടി അതുപോലെ സെസ് ആഡ് ചെയ്യും. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു 1,15,000 രൂപയോളം ആവും. അപ്പോൾ ഇതിന്റെ മേലെയാണ് 3% GST കൂട്ടുന്നത്. അതൊരു 3,450 രൂപയോളം വരും. ഇപ്പൊ നമ്മളെ പോലെയുള്ള കസ്റ്റമേഴ്സ് 1 ലക്ഷം രൂപയുടെ മുകളിലുള്ള ഗോൾഡിന് 1,18,450 രൂപ കൊടുക്കണം. ഇനി മേക്കിംഗ് ചാർജ്, അതുപോലെ തന്നെ മേക്കിംഗ് ചാർജിന്റെ മുകളിൽ GST. അപ്പൊ പണിക്കൂലിനെയാണ് നമ്മൾ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത്. അതൊരു ടാക്സ് അല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ പണിക്കൂലി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണം ഡിസൈൻ ചെയ്യുന്നതിന് അവർ നമ്മുടെ അടുത്ത് ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് ഈ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മേക്കിംഗ് ചാർജിലും GST വരുന്നുണ്ട്. പക്ഷെ ഇത് സെപ്പറേറ്റ് കാണിക്കാത്തതൊന്നുമില്ല. പക്ഷേ അത് പണിക്കൂലിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ മേക്കിംഗ് ചാർജിന്റെ GST റേറ്റ് വരുന്നത് 5%. അതുപോലെ തന്നെ ഈ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് ഗോൾഡ് ജ്വല്ലറി അനുസരിച്ച് അതിൽ മാറ്റം വരാം. ഒരു 8 മുതൽ 35% ഇടയ്ക്ക് വരാം പണിക്കൂലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിനിമം 8% തന്നെ നിങ്ങൾ കൂട്ടിക്കോ. അപ്പൊ നമ്മൾ നേരത്തെ വെച്ച എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ മുകളിൽ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ 8% ചാർജ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 1,15,000ന്റെ 8% 9,200 രൂപ വരും. ഇനി മേക്കിംഗ് ചാർജിന്റെ GST 5%, അപ്പോൾ 460 രൂപയോളം വരും. അങ്ങനെയെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് 1,28,110 രൂപയാണ്. ഇനി അടുത്ത TDS, ഇപ്പോൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇപ്പം നമ്മൾ 1 ലക്ഷം രൂപയുടെ കൂടുതൽ സ്വർണം നമ്മൾ വാങ്ങുവാണെങ്കിൽ 1% നമ്മൾ TDS അവർ നമ്മുടെ അടുത്ത് ചാർജ് ചെയ്യും. ഇനി നമുക്ക് ഫിസിക്കൽ ഗോൾഡ് വിൽക്കുമ്പോഴുള്ള ടാക്സിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ ആദ്യത്തെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. അപ്പൊ നിങ്ങൾ സ്വർണം വാങ്ങി 3 കൊല്ലം കഴിയും മുമ്പ് നിങ്ങൾ അത് വിറ്റാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരും. അത് ആ ഒരു വ്യക്തിയുടെ ഇൻകത്തിൽ കൂട്ടും. എന്നിട്ട് ആ ഒരു വ്യക്തിയുടെ ടാക്സ് സ്ലാബ് അനുസരിച്ച് അത് ടാക്സ് ചെയ്യും. ഇപ്പൊ ആ ഒരു വ്യക്തി 30% ടാക്സ് സ്ലാബ് റേറ്റിലാണ് വരുന്നെങ്കിൽ സെയിൽ പ്രൈസ് മൈനസ് പർച്ചേസ് പ്രൈസ്, അതായത് പ്രോഫിറ്റിന് മുകളിൽ 30% ടാക്സ് അടയ്ക്കണം. ഇനി അടുത്തത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഇനി നിങ്ങളിപ്പോൾ സ്വർണം വാങ്ങി 3 കൊല്ലം കഴിഞ്ഞാണ് വിൽക്കുന്നതെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് വരുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 20% വിത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആവും. സോ ഇങ്ങനെ നിങ്ങൾക്ക് വിറ്റ് കിട്ടിയ പൈസയിൽ മൊത്തം നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഗവൺമെന്റ് ടാക്സ് ബെനിഫിറ്റ് ബോണ്ട് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇത് മൊത്തത്തിൽ വേവ് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ബോണ്ടിലേക്കൊക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാനുള്ള അടുത്തൊരു വഴി എന്ന് പറഞ്ഞാൽ സ്വർണം വിൽക്കുന്നതിന് 1 വർഷം മുമ്പ് അല്ലെങ്കിൽ വിറ്റ് 2 വർഷത്തിനുള്ളിൽ നിങ്ങളൊരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വർണം വിറ്റ് 3 വർഷത്തിനുള്ളിൽ ഒരു വീട് പണിയാനായിട്ട് നിങ്ങൾ ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. ഇനി നിങ്ങൾ ജ്വല്ലറി എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴുള്ള GST. അപ്പോൾ നിങ്ങളിപ്പം സ്വർണം മാറ്റാനായിട്ട് പോകുകയാണ്, എന്നിട്ട് നിങ്ങൾ അതേ അളവിൽ തന്നെ സ്വർണം വാങ്ങുമ്പോൾ GST വരില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു 8 ഗ്രാം സ്വർണം മാറ്റാനായിട്ട് നിങ്ങൾ പോകുകയാണ്, എന്നിട്ട് 8 ഗ്രാം സ്വർണം തന്നെ നിങ്ങൾ എടുത്തു, അങ്ങനെയെങ്കിൽ GST ആപ്ലിക്കബിൾ ആയിരിക്കില്ല.
അപ്പോൾ ഇവിടെ മേക്കിംഗ് ചാർജിൽ എന്താണ് മാറ്റം അതിനു വേണ്ടി മാത്രം നമ്മൾ GST അടച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബില്ലിൽ വരുന്ന ടാക്സ് നമ്മൾ ശ്രദ്ധിക്കണം, അതായത് എക്സ്ചേഞ്ച് എമൗണ്ട് ടാക്സ്ഡ് അല്ല എന്നുള്ളത്. ഇനി അടുത്ത് ടാക്സ് ഓൺ ഡിജിറ്റൽ ഗോൾഡ്. അപ്പോൾ ആദ്യം നമുക്ക് സോവറിൻ ഗോൾഡ് ബോണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് മുൻപാകെ RBI ആണ് ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. 1 ഗ്രാം ഗോൾഡ് ആണ് ഒരു ബോണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ബാക്ക്ഡ് ആണ് ഇത്, സോ ഇത് സേഫ് ആണ്. ഇനി നമുക്ക് ഇതിലെ ടാക്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ബോണ്ട് വാങ്ങി 3 വർഷത്തിനുള്ളിൽ വിറ്റാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരും. അപ്പം ഇത് ആ ഒരു വ്യക്തിയുടെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യും, എന്നിട്ട് ടാക്സ് സ്ലാബ് അനുസരിച്ച് ടാക്സ് ചെയ്യും. ഇനി അടുത്ത ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. ഇനി നമ്മളിപ്പോൾ 3 വർഷം കഴിഞ്ഞാണ് ഈ ബോണ്ട് വിൽക്കുന്നതെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 20% വിത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ആണ്. ഇനി ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ലെങ്കിൽ 10%. അപ്പോൾ നിങ്ങളിപ്പോൾ ബോണ്ട് മെച്യൂരിറ്റി വരെ വെക്കുന്നുണ്ടെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ടാകുന്നതല്ല. അപ്പോൾ സോവറിൻ ഗോൾഡ് ബോണ്ട് മെച്യൂരിറ്റി പീരീഡ് വരുന്നത് 8 വർഷമാണ്. സോ ഒരു 3 മുതൽ 8 വർഷം വരെ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ടാക്സ് അടയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക്. സോവറിൻ ഗോൾഡ് ബോണ്ട് GST ഒന്നുമില്ല, കാരണം ഇതൊരു സെക്യൂരിറ്റീസ് ആയതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ നമ്മുടെ ഫിസിക്കൽ ഗോൾഡിനെ പോലെ തന്നെ മേക്കിംഗ് ചാർജ് ഒന്നും നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മേക്കിംഗ് ചാർജിന്റെ മുകളിലുള്ള GST ഇല്ല. ഇനി ഇവിടെ GST വരുന്നത് ബ്രോക്കറേജ് എമൗണ്ട് അതുപോലെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിലാണ്. അത് വന്നാലും ആ ഒരു എമൗണ്ട് വലിയൊരു എമൗണ്ട് അല്ല, നമ്മുടെ മൊത്തം എമൗണ്ടിന്റെ ഒരു 0.75% മാത്രമേ അത് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ GST പ്രശ്നം ഇവിടെ വരുന്നില്ല. ഇനി TDS ആപ്ലിക്കബിൾ അല്ല. ഒരു കാര്യം കൂടിയുണ്ട്, സോവറിൻ ഗോൾഡ് ബോണ്ടിലേക്ക് നമുക്ക് ഒരു വർഷം 2.5% ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യും, എന്നിട്ട് അത് സ്ലാബ് റേറ്റ് അനുസരിച്ച് ടാക്സ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത് ഗോൾഡ് ETFs ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അപ്പോൾ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ യൂണിറ്റ്സ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡിന്റെ വില അനുസരിച്ചാണ് ഗോൾഡ് ETF-ന്റെ വില വരുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹൗസ് ആണ് ഗോൾഡ് ETF ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഇവിടെ വരുന്ന ടാക്സ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സോവറിൻ ഗോൾഡ് ബോണ്ട് പോലെ തന്നെ ആണ് ഗോൾഡ് ETF-ലും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. അതായത് ഇവിടെ വരുന്ന പ്രോഫിറ്റ് നമ്മുടെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ സ്ലാബ് റേറ്റ് അനുസരിച്ച് ടാക്സ് ചെയ്യും. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും സെയിം തന്നെയാണ്, 20% വിത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. അപ്പോൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ലെങ്കിൽ 10% ആണ് വരുന്നത്. ഇനി അടുത്ത GST. അപ്പോൾ ബ്രോക്കറേജ് എമൗണ്ട് അതുപോലെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിന് മാത്രമേ GST വരുള്ളൂ. പിന്നെ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോയിലും GST ആപ്ലിക്കബിൾ ആണ്. ഇന്ത്യയിൽ ഗോൾഡ് ETF-ന്റെ മുകളിൽ മാക്സിമം എക്സ്പെൻസ് റേഷ്യോ 1% ആണ്. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോയുടെ 18% GST ചാർജ് ചെയ്യുന്നത്. ഇനി ഗോൾഡ് ETF-ൽ TDS ആപ്ലിക്കബിൾ അല്ല. സോ ടാക്സ് ബെനിഫിറ്റോടെ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർക്ക് ഗോൾഡ് ETF നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഗോൾഡ് ETF-ൽ നിങ്ങൾക്ക് മിനിമം ഒരു 50 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. പക്ഷേ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ മിനിമം 1 യൂണിറ്റ് നിങ്ങൾ വാങ്ങണം. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ആണ്. നമ്മൾ ഇന്ത്യൻസിന്റെ ഒരു ട്രഡീഷണൽ ക്യാപിറ്റൽ അസറ്റ് ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. സോ ഗോൾഡ് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴുള്ള ടാക്സ് അതിലൊരു മെയിൻ പാർട്ട് തന്നെയാണ്. സോ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴുള്ള ടാക്സിനെ കുറിച്ച് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഓർണമെന്റ്സ് ആയിട്ടാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഗോൾഡ് നോക്കാം. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനായിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് അല്ലെങ്കിൽ ഗോൾഡ് ETF നോക്കാം. കാരണം ഇവിടെ ടാക്സ് കുറവായിരിക്കും, കാരണം ഇവിടെ മേക്കിംഗ് ചാർജ് ഒന്നും നമ്മളിവിടെ എടുക്കുന്നില്ല. സോ ഇത്രയാണ് ഗോൾഡ് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ടാക്സേഷൻ. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.